ഏതാണ്ട് 4 ദിവസങ്ങളാണ് ഇന്ത്യയിലാകട്ടെ ഇത്തരത്തിൽ ആചരിക്കുന്നത്. മുഖമയിൽ സഖാവ് AKGയുടെ ചരമദിനമായ 22-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുസ്മരണ സമ്മേളനങ്ങൾ നടക്കുന്നത്. ഈ അനുസ്മരണ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ്. ഇതിന്റെ തൊട്ട് മുന്നോടിയായിട്ടാണ് ഈ അനുസ്മരണ സമ്മേളനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അനുസ്മരണ സമ്മേളനത്തിന് വലിയ പ്രാധാന്യം. കേരളത്തില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചരിത്രത്തിലാദ്യമായി ഒരു തുടർ ഗവൺമെന്റ് ഉണ്ടാവുകയും അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും കേരളത്തില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. അത്തരത്തിലുള്ളൊരു വർത്തമാനകാലത്താണ് സഖാവ് EMSന്റെയും സഖാവ് AKGയുടെയും ചരമദിനം രാജ്യമാകെ തന്നെ വിപുലമായ തരത്തില് CPMന്റെയും മറ്റ് തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ രാജ്യമാകെ തന്നെ ആചരിച്ചു വരുന്നത്. ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും തന്നെ കിടക്കുന്നില്ല. നിങ്ങളെല്ലാവരും തന്നെ സഖാവ് M സ്വരാജിന്റെ പ്രഭാഷണം കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആകാംക്ഷയോടെ ഇരിക്കുന്നത് എന്നതുകൊണ്ട് സമയം വൈകിട്ടുന്നില്ല. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കണം. ഈ അനുസ്മരണ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ഈ ദിനാചരണ കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടുള്ള സഖാവ് CK ആണ്. CKക്ക് ഈ ദിനാചരണ കമ്മിറ്റിയുടെ പേരിലുള്ള സ്വാഗതം ആശംസിക്കണം. നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ പ്രഭാഷകനുമായിട്ടുള്ള സഖാവ് M സ്വരാജാണ്. M സ്വരാജിന് ഈ ദിനാചരണ കമ്മിറ്റിയുടെ പേരിൽ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ കൃത്യമായ സ്വാഗതം ആശംസിക്കണം. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് ആർനാസർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സഖാവിന് ഈ സമ്മേളനത്തിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കണം. ആലപ്പുഴയുടെ പ്രിയപ്പെട്ട MLA സഖാവ് PP ചിത്തരഞ്ജൻ നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സഖാവ് ചിത്തരഞ്ജന് ഈ സമ്മേളനത്തിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കണം. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരായിട്ടുള്ള സഖാവ് BG മോഹനൻ, സഖാവ് KR ഭഗീരഥൻ തുടങ്ങിയ സഖാക്കൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ 2 സഖാക്കൾക്കും ഈ സമ്മേളനത്തിന്റെ പേരിലുള്ള സ്വാഗതം ആശംസിക്കണം. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയ സഖാക്കളെല്ലാം തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, MC സെക്രട്ടറിമാർ തുടങ്ങിയ സഖാക്കൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകം സ്വാഗതം ആശംസിക്കണം. ഈ അനുസ്മരണ റാലിയും സമ്മേളനവും ജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പേർക്കും പ്രത്യേകം സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അഭിവാദനം. പ്രിയപ്പെട്ട സഖാക്കളെ, ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. ഇവിടെ നമ്മുടെ സ്വരാജിന്റെ പ്രസംഗം കേൾക്കുവാൻ ഇവിടെ തലച്ചുകൂടിയിട്ടുള്ള രവീന്ദ്രന്റെ മുമ്പിൽ എന്റെ ഒരു പ്രസംഗം അപ്രസക്തമാണ്. അതുകൊണ്ട് ഈ സമ്മേളനം, അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സഖാവ് M സ്വരാജിനെ ഏറെ ബഹുമാനത്തോടെ ആദരവോടെ സൗകര്യം ക്ഷണിച്ചുകൊണ്ടു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, കാലത്തിന്റെ കയ്യിൽ മായ്ച്ചുകളായാലാവാത്ത അഗ്നിസാന്നിധ്യങ്ങളെന്ന പോലെ നമ്മുടെ ചരിത്രത്തിൽ എക്കാലവും നിലനിൽക്കുന്ന മഹാവ്യക്തിത്വങ്ങളായിരുന്നു
മുഖമുഖങ്ങൾക്കും അപ്പുറത്ത് എല്ലാ മനുഷ്യരും വ്യത്യസ്തമായ രാഷ്ട്രീയ ചിന്താഗതികളുള്ളവരെയും അളവറ്റ ആദരവോടെയാണ് EMSനെയും APGയെയും കാണുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല പഥികരാണ്. EMSനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകം രൂപീകരിക്കപ്പെട്ടത് അതിൽ അംഗങ്ങളായിരുന്നവർ നമുക്കെല്ലാം അറിയുന്നത് പോലെ 4 പേരായിരുന്നു. സെക്രട്ടറിയായി നിയോഗിക്കപ്പെട്ട സഖാവ് പി കൃഷ്ണപിള്ളയും EMSും കെ ദാമോദരനും NC ശേഖരനും ഈ 4 പേരാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഘടകത്തിലെ അംഗങ്ങൾ. കോഴിക്കോട് പാളയത്ത് ഒരു പഴയ പീഡിക കെട്ടിടത്തിലെ ഒരു മുറിയിൽ വെച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രതിനിധിയായ സഖാവ് SV ഗാന്ധയുടെ നേതൃത്വത്തിൽ 1936 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ഘടകം കേരളത്തിൽ നിലവിലുള്ളത്. അന്ന് അതിന് നേതൃത്വം കൊടുത്തതിൽ ഒരാളായിരുന്നു സഖാവ് EMS. അതിനുശേഷമാണ് പിന്നീട് 2 വർഷം കഴിഞ്ഞ് പിണറായി പാർട്ടി വെച്ച് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനം നടക്കുന്നത്. 1936 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ഘടകം രൂപീകരിച്ചത് മുതൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തിപ്പെടുത്തുന്നതിനും വ്യാപിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ നേതൃത്വമായിരുന്നു സഖാവ് EMS. പിന്നീട് കേരളം ഒരു സംസ്ഥാനമായി രൂപം കൊള്ളുകയും 1957 ചരിത്രത്തിലെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തു. അങ്ങനെ ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ തലവനായി സഖാവ് EMS തെരഞ്ഞെടുത്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയായി, കേരളത്തിലെ രാഷ്ട്രീയ ചലനങ്ങൾക്ക് ദിശാബോധം പകർന്നു നൽകിയ നേതാവായി, ഒപ്പം നവോത്ഥാന നായകനായി, ചിന്തകനായി, ദാർശനികനായി, ഒരു ഘട്ടത്തിൽ സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തന്നെ ദിശാബോധം പകർന്നു നൽകുന്ന കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായി, മാർക്സിസം ലെനിനിസത്തെ പാർലമെന്റ് ജനാധിപത്യവുമായി കൂട്ടിയോജിപ്പിക്കുന്നതിന് സഖാവ് EMSന്റെ നേതൃത്വത്തിൽ നൽകിയ സംഭാവനകൾ ലോകമാകെ ആദരിക്കപ്പെടുന്നതായി, അങ്ങനെ മുഖമുഖങ്ങൾക്ക് അതീതമായി ഒരു മഹാവ്യക്തിത്വമായി സഖാവ് EMS ഉയർന്നു. ഓരോ ദിവസവും രാഷ്ട്രീയ ചലനങ്ങൾക്ക് ദിശ നിർണയിച്ചിരുന്നത് EMSന്റെ വാക്കുകളാണ്. EMS ജീവിച്ചിരുന്ന കാലഘട്ടം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളവരുടെ മനസ്സിലുണ്ടാവും. ദേശാഭിമാനികളുടെയും ചിന്തയിലൂടെയും EMS മുൻപോട്ട് വയ്ക്കുന്ന നിലപാടുകൾ, സമീപനങ്ങൾ, വിവിധ വിഷയങ്ങളിലെ സൂക്ഷ്മ വിശകലനങ്ങൾ അവയായിരുന്നു ഓരോ ദിവസവും കേരളത്തിന്റെ രാഷ്ട്രീയ അജണ്ട നിർണ്ണയിക്കുന്നത്. EMSന്റെ സമാഹൃത കൃതികൾ 100 വോള്യങ്ങളിലായി ചിന്ത പുറത്തിറക്കിയിട്ടുണ്ട്. അതിലേത് വോള്യം നിങ്ങളെടുത്ത് വായിച്ചാൽ അത് എഴുതപ്പെട്ട കാലഘട്ടത്തിലെ കേരള രാഷ്ട്രീയത്തിന്റെ നേർചിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അസാധാരണമായ, അവിശ്വസനീയമായ വിശകലന പാഠമാണ് EMS. അളന്നു കുറിച്ച വാക്കുകൾ, ലക്ഷ്യവേദിയായ വാക്കുകൾ. ഏതൊരു സാധാരണക്കാരനും EMSന്റെ ഒരു പ്രസംഗം കേട്ടാൽ കുഴഞ്ഞു മറിഞ്ഞ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പോലും അതീവ ലളിതമായി ഇടതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയും. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, എന്റെ ജീവിതത്തിൽ ആദ്യമായി EMSന്റെ പ്രസംഗം ഞാൻ നേരിട്ട് കേട്ടത്, ഇതുപോലൊരു യോഗത്തിൽ കേട്ടത് 1995 ജനുവരി മാസം 2-ാം തീയതി. അന്ന് CPIM സമ്മേളനങ്ങൾ നടക്കുന്ന കാലമാണ്. ചണ്ഡീഗഡ് പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന കാലം. മലപ്പുറം ജില്ലാ സമ്മേളനം അന്ന് എന്റെ നാട്ടിൽ വെച്ചായി. ആ സമ്മേളനത്തിൽ ഒരു വളണ്ടിയറായി ആദ്യാവസാനം പ്രവർത്തിച്ച ഒരു സമ്മേളനമാണ്. സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത സഖാവ് EMS. EMSനെ കേൾക്കാനായി ഒരു വലിയ പുരുഷാരം അവിടെ ഒഴുകിയെത്തി. ഒരു വലിയ മൈതാനിയിലാണ്. 10-25,000 പേരൊക്കെ ഉണ്ടാവും ആ മഹാജനക്കൂട്ടം, ജനസഞ്ചി. EMS പ്രസംഗം ആരംഭിക്കവേ ഒരു സൂചി നിലത്ത് വീണാൽ കേൾക്കുന്ന നിശബ്ദതയെന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പോയാൽ
ആലങ്കാരികതയുടെ സ്പർശമേതുമില്ലാതെ ആ വിശേഷണം എങ്ങനെയാണ് അർത്ഥപൂർണമായി മാറുന്നതെന്ന് ഞാൻ സാക്ഷിയാണ്. സാധാരണക്കാരായ കൂലിപ്പണിക്കാരായ ചുമട്ടുതൊഴിലാളികളായ കർഷക തൊഴിലാളികളായ ഇടത്തരക്കാരായ ആളുകളെല്ലാം EMS വാക്കുകൾക്ക് വേണ്ടി ചെവികോർത്ത് സൂക്ഷ്മതയോടെ ആ മൈതാനത്തിൽ EMS പ്രസംഗം കേട്ടിട്ടുള്ളവർക്കെല്ലാം അറിയാം. സാധാരണഗതിയിൽ ഒരു പ്രഭാഷകന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായിട്ടൊക്കെ കണക്കാക്കുന്നത് അനർഗളമായി സംസാരിക്കാനുള്ള കഴിവ്. EMS വിക്ക് നല്ലതുപോലെ ഗുണമായി. ഒരു വാക്ക് ഒന്ന് തുടങ്ങി കിട്ടാൻ നല്ല പ്രയാസം. ഒരു വാചകത്തിന്റെ പൂർത്തീകരിക്കും. പ്രസംഗത്തെ തടസ്സപ്പെടുത്തുന്ന വിക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു സഖാവാണ്. പക്ഷെ ആ പ്രസംഗം കേൾക്കാതെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരുന്നത് അദ്ദേഹം അളന്നു കുറിച്ച വാക്കുകൾ ആ പ്രസംഗം അങ്ങനെ തന്നെ റെക്കോർഡ് ചെയ്താൽ ഒരു ലേഖനമായി പ്രസിദ്ധീകരിക്കാൻ കഴിയും. കുത്തോ കോമയോ പോലും അധികമായി ചേർക്കേണ്ടി. EMS പ്രസംഗിച്ച ഒരു വാചകം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. EMS അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അന്നത്തെ സാഹചര്യം എല്ലാവരും ഓർക്കും. 95 കാലം ഓർക്കാം എല്ലാവരുടെ. EMS അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞൊരു വാചകം ഇങ്ങനെയായിരുന്നു: നാളെ ഒരു ദുർബുദ്ധി തോന്നി ഞാൻ ഈ പാർട്ടിക്ക് പുറത്തേക്ക് പോയാൽ സഖാക്കളെ എനിക്ക് ഉറപ്പുണ്ട് ഒരു പട്ടിയും എന്നെ തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല. EMS വാചകം അന്ന് മാത്രമല്ല എന്നും പ്രസക്തമാണ്, എക്കാലവും പ്രസക്തമാണ്. ഒരിക്കലും അളവ് തീർച്ചപ്പെടുത്താൻ കഴിയാത്ത തൊഴിലാളി വർഗപൂർവ്വം അടിച്ചമർത്തപ്പെടുന്നവരും ചൂഷണം ചെയ്യപ്പെടുന്നവരുമായ മനുഷ്യരോടുള്ള അനുതാപം, അവരോടുള്ള ആഭിമുഖ്യം, താൻ ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രത്തോട് തന്റെ ജീവനേക്കാൾ വലിയ പൂർവ്വം EMS എല്ലാ കാലവും പ്രകടിപ്പിച്ചു. അദ്ദേഹം നല്ല ആരോഗ്യവാനായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ പാർലമെന്ററി ജനാധിപത്യത്തിൽ നിന്ന് അദ്ദേഹം വിരമിച്ചു. അദ്ദേഹം പാർട്ടിയുടെ ഭാഗമായിരുന്നു. പാർട്ടിയുടെ സൃഷ്ടാക്കളിൽ ഒരാളായിരുന്ന EMS എന്നും പാർട്ടിക്ക് വിധേയനായിരുന്നു. പാർട്ടി തീരുമാനങ്ങൾ അച്ചടക്കത്തോടുകൂടി നടപ്പാക്കുന്ന അടിയുറച്ച ഒരു കേഡറായി തന്റെ ജീവിതം കൊണ്ട് സന്ദേശം ലഭിക്കാൻ സഖാവ് EMS കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വിശകലന പാഠത്തിന് രാഷ്ട്രീയമായ അദ്ദേഹത്തിന്റെ വിലയിരുത്തലുകൾ കേരള രാഷ്ട്രീയത്തിൽ പൊതുവിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ചു EMS നൽകിയ സംഭാവനകളെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ദീർഘദീർഘമായി പ്രസംഗിക്കേണ്ടി വരും. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യ സമര സേനാനിയായി കോൺഗ്രസിനെ ശരിയായ ദിശയിൽ ചലിപ്പിക്കുന്നതിന് പരിശ്രമിച്ച സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവായി ഒക്കെ പ്രവർത്തിച്ച EMS തലയ്ക്ക് ബ്രിട്ടൻ വിലയിട്ട ഒരു കാലം. ഇപ്പോഴും ആ പ്രൊക്ലമേഷന്റെ ഫോട്ടോ പലരും നവമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാറുണ്ട്. EMS തലയ്ക്ക് വിലയിട്ടു ബ്രിട്ടീഷ് സാമ്രാജ്യം. അത്തരം ചിന്തിക്കാനാവാത്ത സാഹചര്യങ്ങളെ നേരിട്ട്, ക്ലേശകരമായ സാഹചര്യങ്ങളെ നേരിട്ട്, കഷ്ടപ്പാടുകളും യാതനകളും അനുഭവിച്ച് ഒരു നല്ല നാൾ വരും, ഈ നാട്ടിലെ എല്ലാ പാവപ്പെട്ട മനുഷ്യർക്കും സമ്പൽ സമൃദ്ധമായി ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു കാലം വരും എന്ന് ഉറച്ചു വിശ്വസിച്ച അങ്ങനെ ഒരു കാലത്തിന് വേണ്ടി സ്വജീവിതം സമർപ്പിച്ച മഹാനായ ത്യാഗിവര്യനായ നേതാവായിരുന്നു EMS. 1998 മാർച്ച് മാസം 19-ാം തീയതി നമ്മൾ EMS AKG ദിനം സംയുക്തമായിട്ടാണ് നമ്മൾ ആചരിക്കുക. കാരണം EMS വിട പറയുന്നതിന് ഒരു ദശാബ്ദം മുൻപാണ് 1977 മാർച്ച് മാസം 22-ാം തീയതി സഖാവ് AKG EMS ശേഷം കേരളത്തിലെ പാർട്ടിയിലേക്ക് കടന്നു വന്ന ഒരു സഖാവാണ് AKG. AKGയും EMS എല്ലാം കാലം എത്ര കടന്നുപോയാലും എന്നുവരെ ഈ നാട്ടിൽ മനുഷ്യരുണ്ടാകുമോ അന്നുവരെ ഇതേ സ്നേഹാദരങ്ങളോടെ ജനരക്ഷകളുടെ ഹൃദയത്തിൽ അവരുണ്ടാകും എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. AKG കേരളമെമ്പാടും മൂടി നടന്ന് തൊഴിലാളി വർഗ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്ത സമര നായകനായി പാവങ്ങളുടെ പടത്തലവൻ എന്നൊരു വിളിപ്പേര് അദ്ദേഹത്തിന്റെ കേൾക്കുന്നു. അദ്ദേഹത്തെ പാർട്ടി പാർലമെന്റിൽ പാർട്ടിയെ പ്രതിനിധീകരിക്കാൻ നിയോഗിച്ചു.
52 മുതൽ ഇങ്ങോട്ട് അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിച്ചു. AKGയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഒരിക്കൽ കണ്ണൂരിൽ നെഹ്റു പ്രസംഗിക്കാൻ. നെഹ്റുവിന്റെ പ്രസംഗം കേൾക്കാൻ ആളുകൾ തടിച്ചുകൂടി. പക്ഷെ ആളുകൾ തന്നെ AKGക്ക് വോട്ട് ചെയ്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യൻ പാർലമെന്റിൽ AKGയുടെ പ്രസംഗം കേൾക്കാൻ എത്ര തിരക്കുകളുണ്ടെങ്കിലും ആ സമയത്ത് പാർലമെന്റിൽ പണ്ഡിറ്റ് നെഹ്റു വരുമായിരുന്നു. അദ്ദേഹം ശ്രദ്ധാപൂർവം AKGയുടെ പ്രസംഗം കേൾക്കുമായിരുന്നു. ഒരിക്കൽ AKGയുടെ പ്രസംഗം അനവസരത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ ബഹളമുണ്ടാക്കി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ നെഹ്റു അവരെ തടഞ്ഞതായി എവിടെയോ വായിച്ചു നോക്കുന്നു. നെഹ്റു പറഞ്ഞു പോകെ അരുത്, ഇത് ഇന്ത്യയിലെ സാധാരണക്കാരന്റെ ശബ്ദമാണ്. ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യയിലെ സാധാരണക്കാരന്റെ ശബ്ദമായിരുന്നു അദ്ദേഹം നേരിട്ട് നേതൃത്വം കൊടുത്ത എണ്ണിയാളുകളാത്ത സമരങ്ങൾ കേരള ചരിത്രത്തിന്റെ ഭാഗമാണ്. മദിരാശിയിലേക്ക് കണ്ണൂരിൽ നിന്നും പട്ടിണി ജാഥ നയിച്ച നേതാവായിരുന്നു പട്ടിണി ജാഥ മാത്രമല്ല, 1930 നടന്ന സാമൂഹിക നവോത്ഥാന പോരാട്ടങ്ങളുടെ ചരിത്രത്തിലെ ഒരു സുവർണരേഖ എന്ന പോലെ വിലയിരുത്തപ്പെടുന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവായിരുന്നു സഖാവ് AKG. രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമായിരുന്നില്ല, രാഷ്ട്രീയ നേതാവ് മാത്രമായിരുന്നില്ല, നവോത്ഥാന നായകൻ കൂടിയായിരുന്നു സഖാവ് AKG. നവോത്ഥാന പോരാട്ടങ്ങളുടെ ഭാഗമായി ജാതീയതയ്ക്കെതിരായ സമരത്തിന്, ഉച്ചനീചത്വങ്ങൾക്കെതിരെ, ഐക്യത്തിനും അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരായ സമരത്തിന് നേരിട്ട് നേതൃത്വം നൽകിയതിന് ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു യോദ്ധാവ് കൂടിയായിരുന്നു AKG. ഇടുക്കിയിൽ അമരാവതിയിലും തിരുവനന്തപുരത്തും ഉടവൻമുകളിലും അങ്ങനെ ദരിദ്രരായ ഭൂരഹിതരുടെ ഭൂസമരങ്ങൾക്ക് നേരിട്ട് നേതൃത്വം കൊടുത്ത AKGയെ കുറിച്ച് നമ്മുടെ നാടിന്റെ സമര ചരിത്രം വളരെ ദീർഘമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. അമരാവതിയിൽ പാവപ്പെട്ട മനുഷ്യരെ കുടിയിറക്കുന്ന സമയത്ത് അവിടെ അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിച്ചു AKG. നിരാഹാര സമരം ദിവസങ്ങൾ പിന്നിട്ടു. ഒടുവിൽ അദ്ദേഹം ബോധരഹിതനാകുന്ന സ്ഥിതി വന്നു. അദ്ദേഹം നിരാഹാരം കിടക്കുന്ന കട്ടിലിന്റെ താഴെ ഇടുക്കിയിൽ പാവപ്പെട്ട കർഷക തൊഴിലാളി കുടുംബങ്ങളിലെ ക്രൈസ്തവ സഹോദരിമാർ, അമ്മച്ചിമാർ അവിടെ വന്ന് മെഴുകുതിരി കത്തിച്ചു വെച്ച് ഇതാ ഞങ്ങളുടെ യേശു ക്രിസ്തു എന്ന് പറഞ്ഞ് കൂട്ടപ്പാൽപ്പന നടത്തിയ അനുഭവങ്ങൾ പലതരം വിശദീകരിക്കാറുണ്ട്. അവസാനം AKGയുടെ സമരത്തിന്റെ മുന്നിൽ അന്ന് ഭരണകൂടത്തിൽ നിന്ന് ഉൾപ്പെടേണ്ടി വന്നു. അബോധാവസ്ഥയിലെ AKG ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോൾ എല്ലാ കീഴടക്ക് നടപടികളും സർക്കാർ നിർത്തിവെച്ചു. ഇടുക്കിയിലെ പാവപ്പെട്ട കർഷക ജനത അവരുടെ ജീവിതം AKGയോട് കടപ്പെട്ടിരിക്കുന്നതാണ്. അങ്ങനെ എത്രയെത്ര സമരങ്ങൾക്ക് നേതൃത്വം നൽകി. ഒടുവിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി അതിനുശേഷം സമരമുഖങ്ങളിൽ നിന്ന് സമരമുഖങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന നേതാവായിരുന്നു AKG. 1947 ആഗസ്റ്റ് മാസം 15 ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ AKG ജയിലിൽ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധി പടക്കം പൊട്ടിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു രാജ്യമെമ്പാടും ഇന്ത്യക്കാർ ആഘോഷിച്ചപ്പോൾ സെൻട്രൽ ജയിലിൽ കിടന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ പുലരിയെ വരവേൽക്കേണ്ടി വന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു AKG. AKG അന്ന് ജയിലായി. അതിനുശേഷമാണ് ജയിലിൽ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ജയിലുകളിൽ AKG കിടന്നിട്ടുണ്ട്. സേലത്ത്, കടലൂരിൽ, ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ, കേരളത്തിന് പുറത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്ന നേതാവാണ് AKG. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പാർലമെന്റിൽ ധീരമായി ചോദ്യം ചെയ്ത നേതാവായിരുന്നു AKG. പെൺ ഹിറ്റ്ലർ ജനിച്ചിരിക്കുന്നു എന്നാണ് ഇന്ദിരാഗാന്ധിയെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ AKG വിശേഷിപ്പിച്ചത്. ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയനാകേണ്ടി വന്നു. അത് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെ ആകെ തെറ്റിച്ചു. അവസാനം രോഗാതുരനായ AKG മെഡിക്കൽ കോളേജിൽ ചികിത്സ നേടേണ്ടി വരികയും ആ മെഡിക്കൽ കോളേജിൽ വെച്ച് ചികിത്സയിൽ ഇരിക്കെ 1977 നമ്മോട് ദൃഢമായിരിക്കുകയാണ് ചെയ്തത്. ചിലർ പറഞ്ഞു കേട്ടിട്ടുള്ളത് 77 പൊതു തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന് അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഇന്ത്യ വിധി എഴുതി എന്ന് കേട്ട് ഇന്ദിരാഗാന്ധി അധികാരത്തിൽ നിന്ന് പുറത്തായ വാർത്ത ശ്രമിച്ച ശേഷമാണ്
AKG വിട പറഞ്ഞത് വിളിച്ചത്. ഈ രണ്ട് അനശ്വരരായ നേതാക്കൾ സ്വജീവനേക്കാൾ വലുതായി പാർട്ടിയെ കണക്കാക്കി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഏത് കൊടുങ്കാറ്റിലും തകരാത്ത അതിശക്തമായ അടിത്തറയിട്ട മഹാരഥന്മാരായ നേതാക്കൾ, അവരെ നാം ഇവിടെ അനുസ്മരിക്കുകയാണ്. ഈ അനുസ്മരിക്കുന്ന സന്ദർഭം കേരളം ഒരു പൊതുതെരഞ്ഞെടുപ്പിന്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ ഇനി 18 ദിവസം കഴിച്ചില്ല അല്ലേ? 22 പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് സവിശേഷമായ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പിനും രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് പതിവിൽ കവിഞ്ഞ ഒരു പ്രാധാന്യം, അതാണ് സവിശേഷ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് ഞാൻ പറഞ്ഞു. ആ പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പ്. അതിന്റെ കാരണം ജയപരാജയങ്ങൾക്കപ്പുറം ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുന്നു ആര് തോൽക്കുന്നു എന്നതിനെല്ലാം അപ്പുറം, ആരധികാരത്തിൽ വരുന്നു എന്നതിനപ്പുറം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട സുപ്രധാനമായ വിഷയം കേരളത്തിന്റെ ഭാവിയാണ്. നമ്മുടെ നാടിന്റെ ഭാവി. കേരളത്തിന്റെ ഭാവി എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ഭാവി എന്ന് കൂടിയാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദം കേരളം ഒരു പുതുയുഗത്തിലേക്ക് കാലെടുത്ത് വെച്ച മാറ്റങ്ങളുടെ കാലമാണ്. പഴയ കേരളമല്ല ഇന്നത്തെ കേരളത്തിന്റെ വളർച്ചയിലുടനീളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നൽകിയ മഹത്തായ ഒരു സംഭാവനയും ആധുനിക കേരളം യാഥാർത്ഥ്യമാക്കാൻ. ആ ആധുനിക കേരളത്തിന്റെ പുതിയ ഒരു കാലത്തേക്കുള്ള സുപ്രധാനമായ ചുവടുവയ്പ് നടത്തിയത് ഈ 10 വർഷങ്ങളിലാണ്. നമ്മുടെ നാട് ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായി മാറി. ലോകത്തിന് ഈ കഴിഞ്ഞ കൊല്ലം 2025 കേരളം കാണാനായി കേരളത്തിന് വെളിയിൽ നിന്നും ഇവിടേക്ക് വന്നവരുടെ എണ്ണം 1,30,00,000. 1,30,00,000. ഇതൊരു സർവകാല റെക്കോർഡ്. ഇവരെന്തിനാണ് വന്നത്? ആലപ്പുഴയിലെ ബാക്ക്വാട്ടറും കുമരകവും കുമളിയും മൂന്നാറും കോവളവും കാണാൻ മാത്രമാണോ? അല്ല, ഇതൊക്കെ കാണാനുണ്ട്. എന്നാൽ കേരളത്തിന്റെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും സഞ്ചാരികളെ ആകർഷിക്കുന്ന സ്ഥലങ്ങൾക്കും പുറമെ നമ്മുടെ നാടിനെ കുറിച്ച് അറിയാൻ, പഠിക്കാൻ, പകർത്താൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകളെത്തി. എന്നാൽ അവരെ ആകർഷിക്കുന്ന ഘടകം കേരളത്തിന്റെ വളർച്ചയാണ്. പലർക്കും വിശ്വസിക്കാനാവുന്നില്ല, എങ്ങനെ കേരളം ഇങ്ങനെയായി, അതും ഇന്ത്യ. ഈ ഇന്ത്യ ഭരണാധികാരികളുടെയും വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങളുടെയും ഊതികീർപ്പിച്ച അവകാശവാദങ്ങൾക്കപ്പുറം വർത്തമാനകാല ഇന്ത്യൻ യാഥാർത്ഥ്യവും നമ്മെ നിരാശപ്പെടുന്നതും വേദനിപ്പിക്കുന്നതുമാണ്. ആഗോള വിശപ്പ് സൂചികയിൽ 102ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം ഇന്ത്യ. എന്താണ് ആഗോള വിശപ്പ് സൂചിക എന്ന് പറയുന്നത്? ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന ലോകത്തിലെ പട്ടിണി രൂക്ഷമായിട്ടുള്ള രാജ്യങ്ങളുടെ ഒരു പട്ടികയാണ് ആഗോള വിശപ്പ് സൂചിക. ഞാൻ പട്ടിണി എന്നൊക്കെ പറയുമ്പോൾ മുഖമയിലൂടെ ഒത്തുകൂടിയിരിക്കുന്നവരുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസമില്ല. കാരണം എന്താണ്? പട്ടിണി നമുക്കിതൊരു വാക്കു മാത്രമാണ്, ഒരു അനുഭവമല്ല. എനിക്ക് ഉറപ്പുണ്ട്, ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന നമ്മളാരും ഈ അടുത്ത കാലത്തൊന്നും പട്ടിണി കിടന്നിട്ടില്ല. ആരെയും പട്ടിണി കിടന്നിട്ടില്ല, ഉറപ്പാണ്. കേരളത്തിൽ നിന്ന് പട്ടിണിയില്ല. അതിദാരിദ്ര്യം തുടച്ചു നീക്കി. നിങ്ങളുടെ കാര്യം പോട്ടെ, നിങ്ങളുടെ അയൽപക്കങ്ങളിൽ നോക്കൂ, നിങ്ങളുടെ വാർഡിൽ, പഞ്ചായത്ത് ഒരാൾ പോലും പട്ടിണി കിടക്കുന്ന മനുഷ്യരുണ്ടാവില്ല. ഒരാൾ പോലും. സാമ്പത്തിക പ്രാരാബ്ദവും കേവല ദാരിദ്ര്യവും ഉണ്ടാവും, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ പട്ടിണി കിടക്കുന്ന ഒരാൾ ഈ കേരളത്തിലില്ല. ഈ കേരളം തന്നെ ഇതുപോലെയാണ് ഇന്ത്യ എന്ന് കരുതരുത്. കൊടും പട്ടിണി നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ആഴ്ചകളോളം ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ലാതെ വെള്ളം മാത്രം കുടിച്ച് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർ. വെള്ളം മാത്രം കുടിച്ച് കുറച്ചുനാൾ കഴിയുമ്പോൾ ആരോഗ്യം ക്ഷയിക്കും, അസുഖം ബാധിക്കും, എല്ലും തോലുമായി മാറും, ശരീരം മരിച്ചു. അതാണ് പട്ടിണി മരണം.
പട്ടിണി കിടന്ന് മരിക്കുന്ന ഹതഭാഗ്യരുടെ രാജ്യമാണ് ഇപ്പോഴും ഇന്ത്യ. അത്തരം രാജ്യങ്ങളുടെ ഒരു പട്ടികയാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്, ആഗോള വിശപ്പ് സൂചിക. അതിൽ 123 രാജ്യങ്ങളാണ്. ആ 123 നമ്മുടെ സ്ഥാനം 102 ഏറ്റവും കുറഞ്ഞ. ഇപ്പോഴും പട്ടിണിയും ദാരിദ്ര്യവും പട്ടിണി മരണങ്ങളും അരക്ഷിതാവസ്ഥയും യാതനയുമുള്ള ഒരു രാജ്യമായി നമ്മുടെ രാജ്യം നിലനിൽക്കുക. എമ്പും തന്നെ മരിയയുടെ മധുവിധവും എന്ന് പറയുന്ന ഒരു നോവൽ, ഒരു ചെറിയ നോവലാണ്, ഒരു കുഞ്ഞു നോവൽ വായിച്ചിട്ടുള്ളവരുണ്ടാവാം. ആ നോവലിന്റെ പ്രതിപാദ്യത്തിലേക്കാണ് ഞാൻ കടന്നു പോകുന്നില്ല. സാന്ദർഭികമായി അതിന്റെ ഒരു ഭാഗം ഓർമ്മ വന്നത് ഇന്ത്യ സന്ദർശിക്കാൻ വേണ്ടി വന്ന വിദേശ വനിതയാണ് മരിയ. അവരുടെ വിസ കാലാവധി കഴിഞ്ഞു. അപ്പൊ അത് നീട്ടിക്കിട്ടാൻ വേണ്ടി അവർ പരിശ്രമിക്കുകയാണ്. അതിന് സഹായിക്കാൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരോട് അവർ പറയുന്നത് എത്ര പണം വേണമെങ്കിലും മുടക്കാം, ഒരാഴ്ചയെങ്കിലും വിസ നീട്ടിക്കിട്ടണം. അപ്പൊ അവരെ കണ്ടാൽ അത്ര പൈസയുള്ള ആളാണെന്ന് പറയില്ല. കണ്ടാൽ പറയാന്ന് പറഞ്ഞ് അവരുടെ വേഷവിധാനങ്ങളൊന്നും അത്ര വിലപിടിപ്പുള്ളതല്ല, വളരെ മുഷിഞ്ഞ് സാധാരണ വേഷം. അപ്പൊ അവരോട് ഇയാൾ ചോദിക്കുകയാണ്, അതിന് മാത്രം പണം നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുക. മരിയ തന്റെ തോൾസഞ്ചിയിൽ നിന്ന് ഒരു കെട്ട് $1 എടുത്ത് കാണിച്ചു. അപ്പൊ അത്ഭുതപ്പെട്ടിട്ട് അയാൾ ചോദിക്കുകയാണ്, ഇത്രയധികം പണം കയ്യിലുണ്ടായിട്ടും നീ എന്തുകൊണ്ടാണ് പഹാഡ്ഗഞ്ചിലെ വൃത്തികെട്ട ഹോട്ടലിൽ താമസിക്കുന്നത്? ഡൽഹിയിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ പഹാഡ്ഗഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പായി താമസിക്കാൻ കഴിയുന്ന മുറികൾ കിട്ടുന്ന ഒരു സ്ഥലമാണ്. വളരെ തുച്ഛമായ തുകയ്ക്ക്, പക്ഷെ ഒരു വൃത്തിയും എടുപ്പൊന്നും ഉണ്ടാകുന്ന തല്ലിപ്പൊളികളുണ്ട്. അപ്പൊ ഒരുമാതിരി ആരോട് താമസിക്കാതെ നിങ്ങൾ താമസിക്കുന്ന അവിടെയാണ്. അതാണ് ചോദിക്കുന്നത്, ഇത്രയധികം പണം ഉണ്ടായിട്ട് നീ എന്തുകൊണ്ടാണ് പഹാഡ്ഗഞ്ചിലെ വൃത്തികെട്ട ഹോട്ടലിൽ താമസിക്കുന്നത്? അതിന് മരിയ പറയുന്നൊരു മറുപടിയുണ്ട്. ആ മറുപടി ഇങ്ങനെയാണ്, വൃത്തികേടും ദാരിദ്ര്യവുമാണ് നിന്റെ രാജ്യത്തിന്റെ ആത്മാവിലേക്കുള്ള വാതിൽ. വൃത്തികേടും ദാരിദ്ര്യവുമാണ് നിന്റെ രാജ്യത്തിന്റെ ആത്മാവിലേക്കുള്ള വാതിൽ. നിന്നോട് ഇത് ആര് പറഞ്ഞു തന്നു സ്നേഹിതരെ? ആരും പറഞ്ഞതല്ല. ലക്നൌവിൽ, കാശിയിൽ, ഋഷികേശിൽ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. നമുക്ക് നോവലിൽ എവിടാം? ഉത്തരേന്ത്യയിലൂടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും യാത്ര ചെയ്തിട്ടുള്ളവർ ഈ രാജ്യത്തെ പട്ടിണി, ദാരിദ്ര്യം, അരക്ഷിതാവസ്ഥ, അരാജകത്വം, മാലിന്യം എല്ലാം നമുക്ക് കാണാം. അതാണ് ഇന്ത്യ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷയരോഗികൾ ജീവിക്കുന്ന രാജ്യമേത്? ഉത്തരം ഇന്ത്യ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുഷ്ഠരോഗികൾ ജീവിക്കുന്ന രാജ്യം ഇന്ത്യ, നമ്മുടെ രാജ്യം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ ചേരികളിൽ ജീവിക്കുന്ന രാജ്യം ഇന്ത്യയാണ്, നമ്മുടെ രാജ്യമാണ്. ലക്ഷക്കണക്കിന് ചേരി നിവാസികളുടെ രാജ്യം. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ എയർപോർട്ടിൽ വിമാനം ഇറങ്ങിയാൽ പഞ്ചനക്ഷത്ര ഹോട്ടൽ വരെയുള്ള ആ ദൂരം റോഡിന്റെ ഇരു സൈഡിലും കണ്ണടച്ചു തുറക്കുന്ന നിമിഷങ്ങൾക്കുള്ളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ വലിയ മതിലിന്റെ പണി ഇന്ത്യ നടന്നു. മതിൽ കെട്ട് ഇതിനാണ്. ആ മതിലിനപ്പുറം ചേരിയാണ്. മുഷിഞ്ഞു മാറിയ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ മാത്രം ധരിച്ച് പട്ടിണി കോലങ്ങളായി മാറിയ 10,000-കണക്കിന് വരുന്ന ഇന്ത്യൻ പൗരർ ജീവിക്കുന്നത് അവിടെയാണ്. അപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയുടെ നേർചിത്രം കണ്ടാൽ നമുക്ക് നാണക്കേടാണ്. അതുകൊണ്ട് പെട്ടെന്ന് മതില് കെട്ടി മറ കെട്ടി പട്ടിണിയെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ആ ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ മൂലയിലുള്ള കേരളമാണ് ലോകത്തെ വിസ്മയിപ്പിക്കുന്ന വിധം അതിദാരിദ്ര്യം തുടച്ചു നീക്കി പ്രതീക്ഷിതായുസിൽ, മാതൃമരണ നിരക്കിൽ, ശിശുമരണ നിരക്കിൽ, സാക്ഷരതാ നിരക്കിൽ, പ്രാഥമിക വിദ്യാഭ്യാസ വ്യാപനത്തിന്റെ കാര്യത്തിൽ, ജനകീയ ആരോഗ്യ പരിപാലനത്തിന്റെ കാര്യത്തിൽ, പൊതുവിതരണത്തിന്റെ കാര്യത്തിലെല്ലാം ലോക മാതൃകയായി മാറി. അതാണ് ലോക മാതൃകയായി. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോട് മത്സരിക്കാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് ഈ കൊച്ചു കേരളം വളർന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്ന വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ശിശുമരണ നിരക്കിൽ കേരളം അമേരിക്കയെ മറികടന്നു. ചെറിയ കാര്യമില്ല. എന്താണ് ശിശുമരണ നിരക്ക് എന്ന് പറഞ്ഞത്? വളരെ ലളിതമാണ്. 1000 കുഞ്ഞുങ്ങൾ ജനിച്ച് ഒരു വർഷം തികയുമ്പോൾ അതിൽ എത്ര കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു, ആ കണക്കാണ് ശിശുമരണ നിരക്ക്.
ഇന്ത്യയിൽ എത്രയാണ് ശിശുമരണ നിരക്ക്? 25 ഇന്ത്യയുടെ ശിശുമരണ നിരക്ക്. അത് വേദനിപ്പിക്കുന്ന ഒരു കണക്കാണ്. ഇന്ത്യയിൽ 1000 കുഞ്ഞുങ്ങൾ ജനിച്ചാൽ ഒന്നാം പിറന്നാളിന് മുൻപ് അതിൽ 25 പേര് മരിച്ചു. അമേരിക്കയിൽ ജീവിത സൗകര്യങ്ങളെല്ലാം ഏറെ മെച്ചപ്പെട്ടതിന്റെ ഭാഗമായി ശിശുമരണ നിരക്ക് 5.6 ആണ്. അവിടെ 1000 കുഞ്ഞുങ്ങൾ ജനിച്ചാൽ ഒരു കൊല്ലം തികയുമ്പോഴേക്ക് കട്ടിച്ച് 6 കുഞ്ഞുങ്ങളാണ് മരിക്കുക. അപ്പോഴാണ് കേരളത്തിന്റെ ശിശുമരണ നിരക്ക് പുറത്തു വന്നിരിക്കുന്നു. അത് 5 ആണ്. 1000 കുഞ്ഞുങ്ങൾ ജനിച്ചാൽ ഒരു വർഷം തികയുന്നതിനിടയിൽ മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം 5. അമേരിക്കയേക്കാൾ ഒരു പടി കൂടി. ആളുകൾക്ക് വിശ്വസിക്കാനാവുന്നില്ല. ശിശുമരണ നിരക്ക് കുറയുന്നത് എങ്ങനെയാണ്? ഒരുപാട് കാര്യങ്ങൾ ഒത്തുനങ്ങുമ്പോഴാണ് ശിശുമരണ നിരക്ക് കുറയുന്നത്. എങ്ങനെ? കുഞ്ഞ് ജനിക്കുമ്പോഴേ ആരോഗ്യമുള്ള കുഞ്ഞായിരിക്കണം. ഒന്നാമത്തെ കാര്യം. അതിനെന്ത് വേണം? കുഞ്ഞിന്റെ അമ്മയ്ക്ക് ആരോഗ്യം വേണം. അതിനെന്ത് വേണം? അവർ നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കണം. ആവശ്യത്തിന് വിശ്രമവും മനസ്സമാധാനവും വേണം. അതിനെന്ത് വേണം? അതിന് പറ്റുന്ന കുടുംബാന്തരീക്ഷം വേണം. സാമ്പത്തിക ചുറ്റുപാട് വേണം. ഒരു അസുഖം വന്നാൽ ചികിത്സിക്കാൻ അടുത്തൊരു ആശുപത്രി വേണം. അവിടെ പരിചയസമ്പന്നരായ ഡോക്ടർമാർ വേണം. മരുന്ന് വേണം. ഇനി കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് സമീകൃത ആഹാരം വേണം. ആദ്യ മാസങ്ങളിൽ അമ്മയുടെ മുലപ്പാലാണ് കുഞ്ഞിന്റെ സമീകൃത ആഹാരം. മുലയൂട്ടാൻ തക്കവണ്ണം ആരോഗ്യമതിയായിരിക്കണം അമ്മ. കുഞ്ഞിനെന്തെങ്കിലും അസുഖം വന്നാൽ ചികിത്സിക്കാനും ഈ പറഞ്ഞ സൗകര്യങ്ങളെല്ലാം വേണം. ശിശുരോഗ വിദഗ്ധരുള്ള ആശുപത്രി, മരുന്നുകൾ എല്ലാം വേണം. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഒത്തുണങ്ങി വരുമ്പോഴാണ് ശിശുമരണ നിരക്ക് കുറയുക. ആ കാര്യത്തിലാണ് നമ്മളിപ്പോ അമേരിക്കയെ മറികടന്നു. അതാണ് എല്ലാ രംഗങ്ങളിലും ഈ വളർച്ച, ഈ മാറ്റം നമ്മുടെ നാട്ടിൽ ദൃശ്യമായി. ഇപ്പൊ കേരളത്തിലെ ആരോഗ്യ മേഖലയൊക്കെ എത്ര താറടിച്ചാണ് കാണിക്കുന്നതാണ് മാധ്യമങ്ങൾ, പ്രതിപക്ഷം. എന്നാൽ സത്യത്തിൽ സ്ഥിതി എന്താണ്? ഏതാനും മാസം മുമ്പ് രാജ്യമാകെ ശ്രദ്ധിച്ച ഒരു വാർത്ത. ഇന്ത്യയിൽ ആദ്യമായി ഒരു ജില്ലാ ആശുപത്രി, മെഡിക്കൽ കോളേജല്ല, ജനറൽ ആശുപത്രിയല്ല, ഒരു ജില്ലാ ആശുപത്രി, ഗവൺമെന്റ് ജില്ലാ ആശുപത്രി, മനുഷ്യ ഹൃദയം മാറ്റിവെച്ച ശസ്ത്രക്രിയ വിജയകരമായി നടന്നു. നമ്മുടെ എറണാകുളം ജില്ലാ ആശുപത്രി. മസ്തിഷ്കാഘാതം സംഭവിച്ച ഒരു മനുഷ്യന്റെ അന്ത്യാഭിലാഷ പ്രകാരം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും ഹൃദയം പറിച്ചെടുത്ത് മറ്റൊരു മനുഷ്യന്റെ നെഞ്ചിൽ കൂടിനകത്ത് വെച്ചു പിടിപ്പിച്ചു. വളരെ സങ്കീർണമായ ശസ്ത്രക്രിയ, ഓപ്പറേഷനാണ്. വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ, മെഡിക്കൽ കോളേജുകളിൽ പോലും വളരെ ചുരുങ്ങിയ അളവിലാണ് നടക്കുന്നത്. എന്നാൽ കേരളത്തിലെ ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഈ ശസ്ത്രക്രിയ വിജയകരമായി നടന്നു. ഇന്ത്യയിലെ ആരോഗ്യ വിദഗ്ധന്മാർ അത്ഭുതം പോലും. ആ നിലയിലേക്ക് നമ്മുടെ ആശുപത്രികളിൽ മാറുന്നു. പറഞ്ഞു വന്നത്, ലോകോത്തര നിലവാരത്തിലെത്തിയ ഈ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം വൻകിട വികസന പദ്ധതികളെയും ഒപ്പം പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായ ആശ്വാസമായി മാറിയ ക്ഷേമ പദ്ധതികളിൽ സമന്വയിപ്പിക്കാനാണ്. വൻകിട പദ്ധതികളുമുണ്ട്, ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന ക്ഷേമ പദ്ധതികളും ഉണ്ട്. ഓരോന്നായി സമയമെടുത്ത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇപ്പോ വിഴിഞ്ഞം പോർട്ട്, K4, മലയോര ഹൈവേ, തീരദേശപാത, ദേശീയപാത വികസനം, K4, ഗെയിൽ പൈപ്പ് ലൈൻ, കൊച്ചിയിടം പവർ ഹൈവേ, എത്രയെത്ര ബൃഹത് പദ്ധതി, കേരളത്തിന്റെ മുഖച്ഛായ മാറുന്ന ബൃഹത് പദ്ധതി. ഒപ്പം ക്ഷേമപെൻഷൻ, 2000 രൂപ പെൻഷൻ കിട്ടുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനമല്ലേ നമ്മുടെ കൊച്ചു കേരളം. ഇന്ത്യയിൽ ഇപ്പൊ ഇതാ ഇന്ന് വന്ന വാർത്ത, ഈസ്റ്ററും വിഷുവും ഒക്കെ വരാൻ പോവുക അടുത്ത ആഴ്ചയിൽ. അപ്പൊ വിശേഷാവസരങ്ങൾ വരുമ്പോൾ മുൻകൂർ കൊടുക്കും പെൻഷൻ. അപ്പൊ ഈ അടുത്ത ആഴ്ച ഈ മാസത്തെയും അടുത്ത മാസത്തെയും പെൻഷൻ ഒരുമിച്ച് കൊടുക്കാറുണ്ട്. അപ്പൊ 2000, 4000 രൂപ. ഒരു വീട്ടിലൊരു മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമേ ഉള്ളൂ എന്ന് സങ്കല്പിക്കും. അവർക്ക് ആശ്രയമായി ആരുമില്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല. മാസം തോറും 2000 രൂപ വെച്ച് 2 പേർക്കുമായി 4000 രൂപ സർക്കാർ വീട്ടിലെത്തിച്ചു കൊടുക്കും. അത്തരം വീടുകളിലേക്ക് അടുത്ത ആഴ്ച 8000 ഇന്ത്യൻ ഉറുപ്പിക ഗവൺമെന്റ് കയ്യിൽ കൊടുക്കുകയാണ്, വീട്ടിൽ കൊണ്ട് കൊടുക്കുകയാണ്. ഇന്ത്യയിൽ വേറെ എവിടെയില്ലേ?
വീട്ടമ്മമാരുടെ പെൻഷൻ ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ ഇവിടെ 35 വയസ്സ് കഴിഞ്ഞ പെൻഷൻ അപേക്ഷ. വീട്ടമ്മ പ്രതിമാസ പെൻഷൻ, സ്ത്രീ സുരക്ഷാ പദ്ധതി, അഭ്യസ്തരായ യുവതി യുവാക്കൾ പ്രതിമാസ സ്റ്റൈപ്പൻഡ് ഇന്ത്യയുടെ 5 ലക്ഷം വീട് വിതരണം ചെയ്യും. ഒരു വീട്ടിൽ 4 പേരുണ്ടെന്ന് കണക്കാക്കിയ 20 ലക്ഷം മനുഷ്യർക്ക് സ്വന്തം വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യം. ഇതൊക്കെ മാറ്റിവെക്കും. ഇന്ത്യയിൽ 100 ചെറുപ്പക്കാർക്ക് സർക്കാർ ജോലി കിട്ടുമ്പോൾ അതിൽ 60 മുതൽ 62 വരെ കേരളത്തിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു? വിശ്വസിച്ചേ പറ്റൂ. വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം ഇന്ത്യൻ ജനസംഖ്യയുടെ 2-3% കേരളത്തിൽ. അത് വെച്ച് നോക്കിയാൽ ഇന്ത്യയിൽ 100 പേർക്ക് ജോലി കിട്ടുമ്പോൾ നമുക്ക് ന്യായമായ ഒരു 3 പേർക്ക് കിട്ടും. പക്ഷെ കിട്ടുന്നത് എത്രയാണ്? 62 പേർ. ഇന്ത്യയിൽ കേരളം ഒഴികെ ഒരിടത്തും വ്യവസ്ഥാപിതമായ സർക്കാർ നിയമനങ്ങളില്ല. നിയമന നിരോധനമാണ്. ജോലി കൊടുക്കുന്നില്ല. PSC വഴി ചെറുപ്പക്കാർ അത്യാവശ്യമുള്ള ഒഴിവുകളിൽ ദിവസക്കൂലിക്കാണ് ആയിരുന്നത്. തൊഴിലുറപ്പ് പദ്ധതികളെ പോലെ ദിവസക്കൂലി, ആനുകൂല്യങ്ങളൊന്നുമില്ല. തുച്ഛമായ കൂലി ദിവസം. പോലീസിലോ മറ്റോ വല്ല ഒഴിവും വന്നാൽ കുറച്ച് പേരെ എഴുതും, അത്രയും. അതുകൊണ്ടാണ് ഇന്ത്യയിലെ സർക്കാർ നിയമനങ്ങളിൽ 60% ഈ കേരളം. ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഇന്ത്യയിൽ 90,000 പള്ളിക്കൂടങ്ങൾ, സ്കൂളുകൾ അടച്ചുപൂട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു? 10 കൊല്ലത്തിനുള്ളിൽ ഇന്ത്യയിൽ 90,000 പള്ളിക്കൂടങ്ങൾ അടച്ചുപൂട്ടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ കഴിഞ്ഞ 5 കൊല്ലത്തിനുള്ളിൽ 3,457 പള്ളിക്കൂടം പൂട്ടി. കേരളത്തിലോ ഒരൊറ്റ സ്കൂൾ പൂട്ടിയിട്ടില്ല. ഒരൊറ്റ സ്കൂൾ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോ അവസാന കാലത്ത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് ഒരു തയ്യാറാക്കിയ റിപ്പോർട്ടിൽ അടിയന്തിരമായി കേരളത്തിലെ 40% സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടണം എന്നാണ് ശുപാർശ. ഏതെങ്കിലും കാലത്ത് കേരളത്തിൽ ഒരു UDF സർക്കാർ വന്നാൽ ചുരുങ്ങിയത് 40% സ്കൂൾ കൂട്ടും. ഇന്ത്യയിൽ മുഴുവൻ കൂട്ടുമോ? നാട്ടിൽ പുറമെ നിന്ന് കുട്ടികൾ കിലോമീറ്ററുകൾ താണ്ടി സ്കൂളിൽ പോയിട്ടുണ്ട്. എന്നാൽ 10 കൊല്ലത്തിനുള്ളിൽ കേരളത്തിൽ ഒരൊറ്റ വിദ്യാലയം കൂട്ടി. കേരളം മാത്രമാണ് ഇത് ലഭിച്ചിരുന്നത്. അതാണ് ഇടതുപക്ഷത്തിന്റെ പ്രത്യേകത. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പറഞ്ഞു വന്നത് ഒരു പുതിയ കാലം ഇവിടെ നാം സൃഷ്ടിച്ചു. വികസനത്തിന്റെ, മുന്നേറ്റത്തിന്റെ, ക്ഷേമത്തിന്റെ, വളർച്ചയുടെ ഒരു കാലം. ഈ തെരഞ്ഞെടുപ്പിലെ മൗലികമായ ചോദ്യം പെൻഷൻ നാളെ മുടങ്ങണോ എന്നതാണ്. പെൻഷൻ മുടങ്ങണോ? സ്ത്രീ സുരക്ഷാ പെൻഷൻ മുടങ്ങണോ? യുവജനങ്ങളുടെ സ്റ്റൈപ്പൻഡ് മുടങ്ങണോ? സ്കൂളുകൾ പൂട്ടണോ? റോഡുകൾ അവതാളത്തിലാവണോ? ഈ ചോദ്യങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടേണ്ട ചോദ്യം. ഒപ്പം എല്ലാ നേട്ടങ്ങളുടെയും മുന്നിൽ കേരളത്തിന്റെ സുപ്രധാനമായ മികവെന്താണ്? സമാധാനമായിട്ട് ഇവിടെ ജീവിക്കുക. സമാധാനമായി ജീവിക്കുക. ഇതിലെന്താണ് ഇത്ര കാര്യം എന്ന് ചിന്തിക്കുന്നത്? കാര്യമുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്രമാത്രം വേദനിപ്പിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എത്ര മനുഷ്യരാണ് കൊല്ലപ്പെടുന്നത്? മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ, പശുവിന്റെ പേരിൽ എത്ര പേർ കൊല്ലപ്പെടുന്നു? വർഗീയ കലാപങ്ങൾ ഒന്നിനപ്പുറകെ മറ്റൊന്നായി പടർന്നു പിടിക്കുന്ന ഇന്ത്യൻ അനുഭവങ്ങൾ. എത്ര മനുഷ്യരെ ഓടിച്ചിട്ട് വെടിവെച്ച് കൊല്ലുന്ന ചിത്രങ്ങൾ, ദൃശ്യങ്ങൾ മണിപ്പൂരിൽ നിന്ന് വന്നില്ലേ? ഉത്തരേന്ത്യയിൽ മാത്രമാണെന്ന് കരുതല്ല. ഇദ്രിസ് ഭാഷ കൊല്ലപ്പെട്ടത് കർണാടകയിലാണ്. മലയാളിയായ ചെറുപ്പക്കാരൻ അക്ഷരത്തിലെ പട്ടാപ്പകൽ അടിച്ചു കൊന്നത് മംഗലാപുരത്ത് വെച്ച് നമ്മുടെ അതിർത്തിയോളം എത്തി. കേരളം പക്ഷേ 10 കൊല്ലമായി വർഗീയ കലാപങ്ങളിൽ ഒരാളും ജീവൻ നഷ്ടപ്പെട്ടില്ല. പോലീസ് വെടിവെപ്പില്ല. സമാധാനം. അതെന്താ കേരളത്തിലെ വർഗീയവാദികളെല്ലാം വിസ പാസ്പോർട്ട് കൊടുത്ത് ഇന്ത്യ വിട്ടുപോയോ? ഇല്ല. എല്ലാവരും ഇവിടെ ഉണ്ട്. പക്ഷെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. പുറത്തിറങ്ങാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്?
വർഗീയ കലാപത്തിന് കൂട്ടുകൂട്ടിയ, ജനങ്ങൾക്കിടയിൽ സംഘർഷവും സ്പർദ്ധയും ഉണ്ടാക്കിയ, വർഗീയ കലാപങ്ങൾ അഴിച്ചുവിട്ട് ഏത് കുലക്കൊമ്പനായാലും വിലങ്ങണിയിച്ച് തുറങ്കിലടക്കാൻ കെൽപ്പുള്ള ഒരു സർക്കാർ ഈ കേരളത്തിൽ ഉണ്ട് എന്ന കാരണം കൊണ്ടാണ്. അതാണ് സമാധാനം. മുൻപോ കോൺഗ്രസിന്റെ എണ്ണം പറഞ്ഞ നേതാക്കൾ ബഹുമാന്യരായ ഉമ്മൻചാണ്ടിയും AK ആന്റണിയും കരുണാകരനും ഒക്കെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന കാലത്ത് കേരളത്തിൽ ഈ ആലപ്പുഴയിൽ പോലും വർഗീയ കലാപം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെല്ലാം ഓർത്തു വെക്കണമെന്ന് ഞാൻ പറയില്ല. കേരളം മറന്നു പോകാൻ ആഗ്രഹിക്കുന്ന കാലമാണ്. കേരളം മറന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഓരോന്നായി വിശദീകരിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. എത്ര പേരാണ് മാറുകൾ കൊല്ലപ്പെട്ടത്? അങ്ങോളം ഇങ്ങോളം വർഗീയ കലാപങ്ങൾ. നിരപരാധികളായ മനുഷ്യർ ഈയമ്പാറ്റകളെ പോലെ തെരുവിൽ വീണ് മരിച്ചൊരു കാലം. പട്ടാപ്പകൽ പാലക്കാട് നഗരത്തിൽ 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു പെൺകുട്ടി സിറാജ് മേസയെ പോലീസ് വെടിവെച്ചു കൊണ്ടു. മറന്നുപോയോ കാലം? 10 വയസ്സുള്ള ഒരു കുഞ്ഞ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പാലക്കാട് നഗരത്തിൽ കേരള പോലീസ് വെടിവെച്ചു. എന്തിന്? വർഗീയ സംഘടന. പോലീസ് തലങ്ങും വിലങ്ങും വെടിവെക്കുകയാണ്. അത്തരമൊരു സാഹചര്യം വന്നാൽ 10 വയസ്സുകാരും 5 വയസ്സുകാരും ഒക്കെ മരിക്കും. കൊല്ലപ്പെടുന്നവർ പോലീസ് വെടിയിട്ട് കൊല്ലപ്പെടുന്നവരെല്ലാം കുറ്റവാളികളായിക്കൊള്ളണമെന്നില്ല. അതായിരുന്നു കേരളം. ആരും ഏത് സമയത്തും തെരുവിൽ വീണ് മരിച്ചേക്കാം എന്നൊരു കാലം. എങ്ങനെ വന്നു അങ്ങനെ ഒരു കാലം? മൂകസാക്ഷിയായിരുന്നു സർക്കാർ. ഒരു നടപടി സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വർഗീയവാദികളുടെ പിന്തുണയിലാണ് സർക്കാർ നിലനിൽക്കുന്നത്. വർഗീയവാദികൾക്കെതിരെ, ഭീകരാക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കാനുള്ള ആർജവം ആ സർക്കാരിനുണ്ടായിരുന്നില്ല. വർഗീയവാദികൾ നയിച്ചു. അവസാനം ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ സ്ഥിതി എന്തായിരുന്നു? തിരുവനന്തപുരത്ത് MG കോളേജിൽ ഒരു ക്രിമിനൽ സംഘം കടന്നു വന്ന് RSSന്റെ കൊടുംവർഗീയവാദികളിൽ ഒരാൾ ഒരു പോലീസുകാരനെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു. അയാളുടെ കാല് ചിതറി തെറിച്ചു. സ്വാഭാവികമായി വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. ഉടനെ RSSന്റെ കാര്യാലയത്തിൽ നിന്നും ആജ്ഞ പുറപ്പെടുവിച്ചു. ഇപ്പൊ പിൻവലിച്ചോളാം കേസ്. മുട്ടവളച്ച് മൂത്രമൊഴിച്ച് കേസ് പിൻവലിച്ചു കൊടുത്ത ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് പ്രവീൺ തൊഗാഡിയുടെ പേരിൽ കോഴിക്കോട്ടെടുത്ത കേസ് പിൻവലിപ്പിച്ചു. മണിക്കൂർ വെച്ച് കോഴിക്കോട്ട്, മലപ്പുറം ജില്ലകളിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ പ്രതികളായ മുഴുവൻ കേസ് പിൻവലിപ്പിച്ചു. ഇരുവർഗീയവാദികളും ഗവൺമെന്റിനെ നയിച്ചു. നാട്ടിലെമ്പാടും കലാപങ്ങൾ അരങ്ങു തകർത്തു. പാവ മനുഷ്യരുടെ ജീവൻ പോയി. ഇപ്പോഴോ 10 കൊല്ലമായി തകരാറ് കേരളത്തില്ല. എവിടെയും വർഗീയ കലാപമില്ല. പോലീസ് വെടിവെപ്പില്ല. ഒരാൾക്കും പരിക്ക് പറ്റിയില്ല. എന്താ കാരണം? ഈ വർഗീയവാദികൾ എത്ര വലിയ കുലക്കൊമ്പന്മാരായാലും അനങ്ങാൻ സമ്മതിക്കില്ല. ആ കരുത്ത് കേരളത്തിലെ ഗവൺമെന്റിലുണ്ട്. ഇവിടുത്തെ പോലീസിന് ആ ആത്മവീര്യം ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. നല്ല വിജയനെയും UDFന്റെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാലോ നമ്മുടെ സമാധാനം ഒരു സങ്കല്പമായി മാറും. പഴയ കേരളത്തിന്റെ സംഘർഷഭരിതമായ ഒരു കാലം തിരികെ വരും. മനസമാധാനത്തോടെ ജീവിക്കാൻ കഴിയാത്ത നിലവിൽ ഈ തെരഞ്ഞെടുപ്പിൽ അതും ചർച്ചാ വിഷയമായി മാറേണ്ടതാണ്. ഞാൻ കൂടുതൽ ദീർഘമായി എന്തെങ്കിലും പറയണമെന്ന് കരുതുന്നത് ഒറ്റ കാര്യം. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം പാർലമെന്ററി സമരപാത സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ഒരു ഭാഗം മാത്രമാണ്. ഒരു ഭാഗം, പരമപ്രധാനമായ ഭാഗമല്ല, ഒരു ഭാഗം. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് ഗവൺമെന്റ് ഉണ്ടാക്കി സോഷ്യലിസം കൊണ്ടുവരാം എന്ന് ഒരാചാര്യനും പറഞ്ഞിട്ടില്ല. ഒരു പാർട്ടി രേഖയിൽ അങ്ങനെ ഒരു വ്യാമോഹമില്ല. പിന്നെ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ രാഷ്ട്രീയം ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ഒരവസരം എന്ന നിലയിലാണ്. അതാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇലക്ഷനിൽ മത്സരിക്കുമ്പോ മുക്കിന് യോഗങ്ങൾ വയ്ക്കും, അതിലെല്ലാവരും പ്രസംഗിക്കും. എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാട്, നമ്മുടെ രാഷ്ട്രീയം എന്താണ്, ജനങ്ങൾക്കിടയിൽ വിശദീകരിക്കും. ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയം വിശദീകരിക്കാനുള്ള ഒരവസരമാണ് തെരഞ്ഞെടുപ്പ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച്. ചിലപ്പോൾ നമ്മൾ ജയിക്കും. കേരളം പോലെ
കുറച്ചൊരു രാഷ്ട്രീയ പ്രബുദ്ധതയില്ലാത്ത നാട്ടിൽ നമ്മളെ ജയിച്ചു. ചിലപ്പോൾ ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോഴോ ആ ഗവൺമെന്റിനെ കൊണ്ട് ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യിക്കാൻ പറ്റും. പെൻഷൻ കൊടുക്കാൻ പറ്റും, സ്കൂൾ ഉണ്ടാക്കാൻ പറ്റും, ആശുപത്രി ഉണ്ടാക്കാൻ പറ്റും. സോഷ്യലിസം കൊണ്ടുവരാൻ പറ്റില്ല. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിലൂടെ പാർലമെന്ററി ജനാധിപത്യത്തിന് കീഴിൽ കൊണ്ടുവരാൻ കഴിയുന്നതല്ല സോഷ്യലിസം. ആ തിരിച്ചറിവ് നമുക്കുണ്ട്. എന്നാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ആ കാര്യങ്ങൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. അതല്ലാതെ വ്യക്തിപരമായ എന്തെങ്കിലും മാഹാത്മ്യമോ നേട്ടമോ അല്ല പാർലമെന്ററി ജനാധിപത്യത്തിൽ പങ്കെടുക്കുന്നതും അതിന് അവസരം ലഭിക്കുന്നത്. ഇത് AKGയുടെ ദിനമാണ്. AKG എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും ഒരു മുന്നറിയിപ്പ് നൽകുന്നു. അധികാരം കമ്മ്യൂണിസ്റ്റുകാരെ വീഴ്ത്താൻ കാത്തിരിക്കുന്ന ഒരു കെണി കൂടിയാണ് എന്നതാണ്. അതിൽ വീഴാൻ പാടില്ല. ദുർബലന്മാർ അതിൽ ചിലപ്പോൾ വീഴുന്നു. രാഷ്ട്രീയാധികാരം എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച് ആസക്തിയോ ആർത്തിയോ ഉണ്ടാകാൻ പാടുന്ന ഒരു കാര്യമല്ല. പിന്നെയോ ജനങ്ങളെ സേവിക്കാൻ പാർട്ടി പ്രത്യേകമായി തീരുമാനിച്ചു നൽകുന്ന ഒരവസരം. നിങ്ങൾ പാർട്ടി പഞ്ചായത്ത് മെമ്പറാക്കിയോ, പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ നിങ്ങൾ ഉത്തരവാദിത്വം നിർവഹിക്കുക. നിങ്ങളെ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടാണോ നിശ്ചയിച്ചത്, ആ നിലയിൽ ജനങ്ങളെ സേവിക്കുക, നാടിനെ സേവിക്കുക. ഒരു പാർട്ടി അംഗം ആവുക എന്നതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായിട്ടുള്ള കാര്യം. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരെ നമ്മൾ കാണുന്നു. ഒരു പാർട്ടി അംഗമാവുക. ഏത് പാർട്ടി? മഹാനായ ലെനിന്റെ പാർട്ടി, സ്റ്റാലിൻ നയിച്ച പാർട്ടി, ലെനിന്റെയും മാർക്സിന്റെയും ആശയങ്ങളെ അടിത്തറയായി സ്വീകരിച്ചിട്ടുള്ള ലോകത്തിലെ ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നമ്മുടെ പാർട്ടിയും മാർക്സിസം ലെനിനിസം അടിസ്ഥാനമായി സ്വീകരിച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പുന്നപ്രവയലാർ സമര സേനാനികളുടെ പാർട്ടിയും കയ്യൂരിലെയും കരിവള്ളൂരിലെയും മുരയൻകുന്നിലെയും കാവുമ്പായിലെയും ഒക്കെ ഉഞ്ചിയത്തെയും ഒക്കെ രക്തസാക്ഷികളുടെ ചോര കൊണ്ടാർദ്രമായ ഒരു മഹാചരിത്രമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായിരിക്കുക എന്നതിനേക്കാൾ അഭിമാനകരമായ മറ്റൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിലില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായിരിക്കുക. അപ്പോഴാണ് വളരെ പ്രാമാണികരെന്ന് കരുതിയ ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്വം ഉപേക്ഷിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു അഭിലാഷം എന്താണ്? അന്ത്യശ്വാസം വരെയും AKGയുടെ പാർട്ടിയും EMSന്റെ പാർട്ടിയും കൃഷ്ണപിള്ളയുടെ പാർട്ടിയും പുന്നപ്രവയലാറിലെ അനശ്വരയായ രക്തസാക്ഷികളുടെ പാർട്ടിയിൽ അംഗമായിരിക്കുക. അതിനേക്കാൾ അഭിമാനകരമായി മറ്റൊന്നുമില്ല. അപ്പോൾ അംഗത്വം ഉപേക്ഷിക്കുകയാണ്. ഞാൻ അംഗമാവുന്നില്ല. പിന്നെന്താണ്? എനിക്കൊരു ഇലക്ഷനിൽ കൂടി മത്സരിക്കണം. ഒരു ഇലക്ഷനിൽ കൂടി മത്സരിക്കണം. നിങ്ങൾ ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തന്നെ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കമ്മ്യൂണിസ്റ്റുകാരുടെ തെരഞ്ഞെടുപ്പ് പ്രലോഭിപ്പിക്കാൻ പാടില്ല. കൃഷ്ണപിള്ള ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടോ? അദ്ദേഹം നമ്മെ വളരെ നേരത്തെ വിട്ടുപോയി. ജീവിച്ചിരുന്നെങ്കിൽ പാർട്ടി അങ്ങനെ തീരുമാനിക്കുമെന്ന് പറയാൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കും. പാർട്ടിയാണ് എല്ലാത്തിനും വലുത്. എന്തുകൊണ്ട്? ഈ നാടിനെ ഈ നാടാക്കി മാറ്റിയത് ഈ മഹത്തായ പാർട്ടിയാണ്. നമുക്ക് മുൻപേ കടന്നുപോയ പർവ്വത സമാനമായ ഔന്നത്യമുള്ള മഹാരഥന്മാർ അവർ നയിച്ചതാണ് ഈ പാർട്ടിയെ. മഹാന്മാരായ രക്തസാക്ഷികൾ അവരുടെ ജീവൻ ബലിയർപ്പിച്ചത് ഈ മഹാപ്രസ്ഥാനത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും മുദ്രാവാക്യം വിളിക്കാറുണ്ട്, എന്റെ രക്തം പാർട്ടിക്ക്, എന്റെ ജീവൻ പാർട്ടിക്ക്, എല്ലാം പാർട്ടിക്ക്. ആ മുദ്രാവാക്യം ആവേശത്തിലച്ചിയുടെ നിമിഷാർത്ഥങ്ങളിൽ ആലങ്കാരികമായി പുറപ്പെടുവിക്കുന്ന വാക്യപ്രയോഗങ്ങളല്ല. ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ആത്മാർത്ഥതയോടെ നാം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. ഈ പാർട്ടി ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഈ പാർട്ടി ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കൂ. നമ്മുടെ പൂർവികർ അടിമകളായിരുന്നില്ലേ ഈ കേരളത്തിൽ? നമ്മുടെ പൂർവികർ സകലരുടെയും ആരെങ്കിലും ഭൂമിയുണ്ട്. ആരുടെ കൈവശമായിരുന്നു ഭൂമി? ജന്മിമാരുടെ കയ്യിൽ അല്ലേ? ഇന്ത്യയിലെമ്പാടും കേരളത്തിൽ ജന്മിമാരുടെ കയ്യിലായിരുന്നു. മഹാഭൂരിപക്ഷം വരുന്നവർ ജന്മിമാരുടെ കാൽ കീഴിലെ
മരിച്ച മൃതശരീരം സംസ്കരിക്കാൻ 6 അടി മണ്ണ് സ്വന്തമായിട്ടില്ലാത്ത ഒരു വിശ്വജനത അതായിരുന്നില്ലേ ഈ നാട്ടിലെ സാധാരണക്കാർ. എങ്ങനെ മാറി? 57-ലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്നപ്പോൾ സമഗ്രമായ ഭൂപരിഷ്കരണത്തിന്റെ ആദ്യ ചുവടുവയ്പ് കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം അവിടെ നിന്ന് ആരംഭിക്കുന്നു. അങ്ങനെയല്ലേ കേരളത്തിലെ അടിമ ജീവിതം നയിച്ച നമ്മുടെ പൂർവികരുടെ ജീവിതം മാറിയത്? പിന്നീട് സമഗ്ര ഭൂപരിഷ്കരണമായത് വികസിച്ചു. നിയമം നടപ്പിലാക്കാൻ മഹാസമരം നടത്തേണ്ടി വന്നു. ആ സമരത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു ചരിത്രമാകുന്ന ഈ ആലപ്പുഴ. നിരവധി സഖാക്കൾ ജീവൻ ബലി നൽകി. രക്തസാക്ഷിത്വത്തിലൂടെ നിയമം നടപ്പാക്കിയ നാടാണ് ഈ കേരളം. അങ്ങനെ അവകാശമായി കിട്ടിയ ഒരു തുണ്ട് ഭൂമിയിലല്ലേ 35 ലക്ഷത്തോളം വരുന്ന മനുഷ്യർ ചൂടുറപ്പിച്ചു നിന്ന് ആത്മാഭിമാനത്തോടെ ജീവിതം കരുപിടിപ്പിച്ചത് ആ പാർട്ടിയാണ് നമ്മുടെ പാർട്ടി. ഇത് ഏതെങ്കിലും അലവലാതി പാർട്ടികളുമായി ചേർത്ത് വെച്ച് പറയേണ്ട ഒരു പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാൽ ആധുനിക കേരളം സൃഷ്ടിച്ച പാർട്ടിയാണ്. അടിമജീവിതം നയിച്ച മനുഷ്യരെ മണ്ണിന്റെ ഉടമയാക്കി മാറ്റിയ പാർട്ടിയാണ്. ഈ മാറ്റത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച രക്തസാക്ഷികൾ നമുക്ക് മുൻപിൽ ഒരിക്കലും അണയാത്ത പ്രകാശനാളങ്ങളായി ജ്വലിച്ചു നിൽക്കുന്നു. അവർ കാണിച്ച പാതയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മഹത്തായ പ്രത്യയശാസ്ത്രവും ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയവും ലക്ഷ്യങ്ങളും അതിന്റെ ഒരു കണികയെങ്കിലും ഉള്ളിലുള്ള ഒരാൾക്ക് വർഗശത്രുവുമായി കൂട്ടുകൂടാൻ പറ്റുമോ? എണ്ണിയാകുന്ന സഖാക്കൾ കൊന്നു തള്ളിയ കാപാലികരുമായി കൂട്ടുകൂടാൻ പറ്റുമോ? ഓരോ ജില്ലയിലും കേരളത്തിലെ ഓരോ ഗ്രാമത്തിലും കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നു തള്ളിയ ഏകപക്ഷീയവും നിരന്തരവുമായ ശത്രുവർഗത്തിന്റെ ആക്രമണങ്ങളെ ചെറുത്തുനിന്ന് രക്തസാക്ഷിത്വം വരിച്ച എത്ര സഖാക്കളുടെ അനുഭവമുണ്ട് ഈ മണ്ണിൽ. വോട്ട് ചെയ്തതിന് ജീവനെടുത്ത നാടാണ് ഈ ആലപ്പുഴ. നമ്മുടെ വെൺമണി ചാത്തന്റെ രക്തസാക്ഷി അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. വെൺമണി ചാത്തൻ 57-ലെ ഗവൺമെന്റ് വരുന്നു. ആ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വിമോചന സമരങ്ങൾ എന്നെല്ലാം ഹീനമായ ആക്രമണങ്ങളെ നേരിട്ടുന്ന ഭൂരിപക്ഷമുള്ള ഗവൺമെന്റിനെ രാഷ്ട്രീയാധികാരത്തിന്റെ പിൻബലത്തിൽ പിരിച്ചുവിട്ടില്ലേ ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കേരളത്തിൽ? ആ പിരിച്ചുവിട്ടതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പാണ് 60-ലെ തെരഞ്ഞെടുപ്പ്. രണ്ടാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നേരിടുന്ന സമയത്ത് നമ്മുടെ എതിരാളികളെല്ലാം സംഘടിതരായി. എന്നിട്ടും ഉള്ളിൽ ഭയം. പാവപ്പെട്ടവൻ ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യും. കാരണം എന്താണ്? കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം കൊണ്ടുവന്ന ഗവൺമെന്റിന് നേതൃത്വം കൊടുത്ത പാർട്ടിയാണ്. അതുകൊണ്ടോ പാവപ്പെട്ടവനോട്, കർഷക തൊഴിലാളിയോട്, ദളിതനോട് ഒരു അന്ത്യശാസനം ആജ്ഞ പുറപ്പെടുവിക്കുകയാണ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം. വോട്ട് ചെയ്യാൻ പാടില്ല. പോളിംഗ് ബൂത്തിലെത്തിയാൽ വോട്ട് ചെയ്താൽ അരിവാളിനായി കൊണ്ടുപോകും. അതുകൊണ്ടോ വോട്ട് ചെയ്യാൻ പാടില്ല. ആ ആജ്ഞയെ ധിക്കരിച്ച് തന്റെ വോട്ടവകാശം വിനിയോഗിച്ച ധീരനായ കർഷക തൊഴിലാളിയായിരുന്നു വെൺമണിയിലെ ചാത്തൻ. വോട്ട് ചെയ്തു എന്ന കാര്യത്തിനാണ് വോട്ട് ചെയ്ത വെൺമണി ചാത്തനെ കോൺഗ്രസ് കുത്തിമലർത്തി. നീതിമംഗലം ദാമോദരനും കോട്ടൂർ കുഞ്ഞുകുഞ്ഞും അങ്ങനെ എത്ര തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചു കൊണ്ടത് വോട്ട് ചെയ്തതിന് ജീവൻ കൊടുത്തൊരു നാടാണ്. അങ്ങനെ കൊന്നു തള്ളിയ പാർട്ടിയാണ് കോൺഗ്രസ്. സർദാർ ഗോപാലകൃഷ്ണൻ ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ ആദ്യത്തെ രക്തസാക്ഷിയായി പ്രകടനം നടത്തിയത് 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ട ദിവസം അദ്ദേഹത്തെ അടിച്ചു കൊന്നുകളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നത് RSS അല്ല, RSS രണ്ടാമതാണ്. ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരെ കൊന്ന പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. ആണ്. മൊയാരത്ത് ശങ്കരൻ മുതൽ ഇങ്ങോട്ട് എത്രയെത്ര സഖാക്കളെ കൊന്നുകളാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു MLA വെടിവെച്ചു കൊന്നത് സഖാവ് കുഞ്ഞാലി കോൺഗ്രസിന്റെ നേതാവായിരുന്നില്ലേ? കേരളത്തിൽ ആദ്യമായി, ഇന്ത്യയിൽ ആദ്യമായി ഒരു മുനിസിപ്പൽ ചെയർമാനെ കഷണങ്ങളായി വെട്ടിക്കൊന്നത് ചാവക്കാട് വത്സല കോൺഗ്രസ്
കോൺഗ്രസും ലീഗും ചേർന്ന് കേരളത്തിൽ ആദ്യമായി ഒരു മുൻ MLA വെടിവെച്ചു കൊന്നത് കോൺഗ്രസ് ആണ്. അത് ഉദ്ഘാടനം 1970. എത്ര കിരാതമായ ആക്രമണങ്ങളുടെ ചരിത്രം. കൈപ്പത്തി ഉണ്ടല്ലോ, കൈപ്പത്തി കമ്മ്യൂണിസ്റ്റുകാരുടെ ചോരപുരണ്ട കൈപ്പത്തി, അറപ്പും വെറുപ്പും തോന്നുന്ന കൈപ്പത്തി, കമ്മ്യൂണിസ്റ്റുകാരന്റെ രക്തത്തിൽ മുങ്ങിയിരുന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യബോധത്തിന്റെ കണികയെങ്കിലുമുള്ള ഒരാൾക്ക് അറപ്പോടെയല്ലാതെ വെറുപ്പോടെയല്ലാതെ കാണാൻ പറ്റാത്ത ഒരു ചിഹ്നമാണ് കൈപ്പത്തി. ആ കൈപ്പത്തി എടുത്ത് നെഞ്ചത്ത് കുത്തണമെങ്കിൽ, അതെടുത്ത് തലയിൽ അണിയണമെങ്കിൽ എത്രമാത്രം അധികാരാസക്തി മനുഷ്യനെ കീഴടക്കി എന്ന് കാണണം. ഞാൻ കൂടുതലൊന്നും ഇപ്പൊ വിശദീകരിക്കുന്നില്ല. ആലപ്പുഴയുടെ മണ്ണ് മഹാവിപ്ലവ പൈതൃകത്തിന്റെ മണ്ണാണ്. ലോകമെമ്പാടുമുള്ള അടിച്ചമർത്തപ്പെട്ട ജനതയുടെ സമരങ്ങൾക്ക് കരുത്തു പകർന്ന, ആവേശം പകർന്ന ഒരു മണ്ണാണ്. സഖാവ് AKG പല ഘട്ടങ്ങളിലും EMS നേതൃത്വം നൽകിയ സംഘടനാ പ്രവർത്തനങ്ങളുടെ അനുഭവങ്ങളുള്ള ഒരു നാടാണ്. മഹാനായ കൃഷ്ണപിള്ള നമ്മോട് വിട പറഞ്ഞത് ഈ മണ്ണിൽ വെച്ചാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കൂട്ടക്കുറകളിലൊന്നായ പുന്നപ്രവയലാറിന്റെ മണ്ണാണ് ഈ മണ്ണ്. ഈ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വഞ്ചിച്ച്, കമ്മ്യൂണിസ്റ്റുകാരെ വഞ്ചിച്ച്, രക്തസാക്ഷികളെ വഞ്ചിച്ച്, വർഗ ശത്രുക്കളുമായി കൂട്ടുകൂടിയവരെ പാഠം പഠിപ്പിക്കേണ്ട ചരിത്രപരമായ ഉത്തരവാദിത്വം ഇന്നത്തെ ഈ മണ്ണിലെ കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട് എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് EMSന്റെയും AKGയുടെയും മരണമില്ലാത്ത ഓർമ്മകൾക്ക് മുൻപിൽ ഞാൻ ശിരസ് കുനിക്കുന്നു. ഇവിടെ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ എല്ലാം പ്രതിനിധിയായി ഈ തെരഞ്ഞെടുപ്പിൽ വർഗ ശത്രുക്കളോട് ഏറ്റുമുട്ടുന്നത് സഖാവ് ചിത്രരഞ്ജന. ഞാൻ മണ്ഡലം അപ്പൊ ചിത്രരഞ്ജനോട് പ്രസാദും രണ്ടുപേരും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന കാര്യമില്ല. രണ്ടുപേരും നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതരാണ്, സഖാക്കളാണ്. വാക്കുകൾക്കും മുഖവിലയ്ക്കും അതീതമായി നമ്മുടെ നാട്ടിൽ എല്ലാവരുടെയും പ്രിയങ്കരാണ്. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ ഇരിക്കണം എന്ന ചോദ്യത്തിന് നമുക്ക് കണ്ണടച്ച് മറുപടി പറയാവുന്നവരാണ് രണ്ടുപേരും. ഈ രണ്ടുപേരെയും നമുക്ക് വിശ്വസിക്കാം. ഏതു ഘട്ടത്തിലും ഈ നാട്ടിൽ സാധാരണക്കാരായ മനുഷ്യരെ, തൊഴിലാളി വർഗത്തെ ഏതെങ്കിലും തരത്തിൽ തള്ളിപ്പറയുന്ന ഒരു നിലപാട് ഇവരിൽ നിന്നൊരു കാലത്തും ഉണ്ടാവില്ല. ഇവർ വിശ്വസ്തരാണ് എന്ന കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ചരിത്ര ഭൂരിപക്ഷം നൽകി രണ്ടുപേരെയും വിജയിക്കുക. രണ്ടു പേർക്കും കേരളത്തിലെ കാലം ഓർമ്മിക്കാൻ കഴിയുന്ന, നമ്മുടെ മനസ്സിന്റെ ഉള്ളറകളിൽ ഒരു വൈപ്പീലി പോലെ ആതുരതയോടെ സൂക്ഷിക്കാൻ കഴിയുന്ന മഹാവിജയം, ഏറ്റവും മികച്ച വിജയം സമ്മാനിക്കുന്ന തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ മാറ്റണം. ഇനിയുള്ള ദിവസങ്ങൾ അവിശ്രമം അതിനായി കഠിനാധ്വാനം ചെയ്യണം. ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്, ആലപ്പുഴ ജില്ലയുടെ റിസൾട്ടിന് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട് മേൽപ്പറഞ്ഞ കാര്യങ്ങളാൽ എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാർത്ത അവസാനിപ്പിക്കുന്നു. AKGയുടെയും EMSന്റെയും ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് കുനിക്കുന്നു, ഉരുമ്പി വ്യക്തമാക്കുന്നു. അടുത്ത പ്രസംഗം നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വാരണാസി, അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട യോഗാധ്യക്ഷൻ സഹ CK സുരേന്ദ്രൻ, നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത സഹ സ്വരാജ്, വേദിയിലുള്ള പ്രിയങ്കരായ നേതാക്കന്മാരെ, പ്രിയമുള്ള സ്വാഗതം. സഖാവ് AKGയുടെ 49ാമത് ചരമദിനമാണ്. കഴിഞ്ഞ 49 വർഷക്കാലമായി ഈ ദിവസം നാം ഇവിടെ ഒത്തുകൂടുകയാണ്. അടുത്ത വർഷം ആകുമ്പോൾ AKGയുടെ വേർപാടിന് 50 വർഷം തികയുകയാണ്. ഈ 49ാമത് ചരമദിനത്തിൽ നാം എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് സഖാവ് സ്വരാജ് ഇവിടെ വളരെ വിശദമായി പറയുകയുണ്ടായി. തീർച്ചയായും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നാം നിൽക്കുമ്പോൾ നമ്മുടെ ജില്ലയിൽ, ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാം 8 സീറ്റുകളിൽ 8 സീറ്റുകളിൽ വിജയിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഒരു ഭരണ തുടർച്ചയുണ്ടായത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമ്മൾ 9 സീറ്റിലും വിജയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. പ്രത്യേക സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥികളെ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചുകൊണ്ട് മൂന്നാമതൊരു ഗവൺമെന്റ് ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നുകൊണ്ടായിരിക്കണം നമുക്ക് അടുത്ത 50ാമത് AKTയുടെ അനുസ്മരണ ദിനത്തിൽ പങ്കെടുക്കാൻ കഴിയും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നാം ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്വരാജ് സൂചിപ്പിച്ചു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിച്ചു. നമ്മുടെ ജില്ല, ആലപ്പുഴ ജില്ല, എക്കാലത്തും എല്ലാ വ്യതിയാനങ്ങൾക്കും എതിരായി ശക്തമായി നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു പാർട്ടിയുള്ള ജില്ലയാണ്. ആലപ്പുഴ പാർട്ടി ഒരിക്കലും ഒരു വ്യതിയാനത്തോടൊപ്പവും ഇന്നുവരെ നിന്നിട്ടില്ല. ഏത് വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ വ്യതിയാനങ്ങൾക്കെല്ലാം എതിരായി ശക്തമായി നിലപാട് സ്വീകരിച്ചു പോകുന്നുണ്ട്. മുൻകാലങ്ങളിൽ ആ വ്യതിയാനങ്ങൾക്ക് എല്ലാം നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ശ്രീ സഖാവ് ഇന്ന് ഒരു വ്യതിയാനത്തിൽ അടിമപ്പെട്ട് ഇന്ന് സ്വതന്ത്രനായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. അദ്ദേഹം ഒരു കാരണവശാലും ഇങ്ങനൊരു പ്രവൃത്തിക്ക് പോകാൻ പാടില്ലാത്തതാണ്. കഴിഞ്ഞ 63 വർഷക്കാലമായി നമ്മുടെ ജില്ലയിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച സഖാവാണ്. മാർക്സും ലെനിനിസവും ഒക്കെ ശരിയായ രൂപത്തിൽ വ്യാഖ്യാനിക്കുകയും ശരിയായ രൂപത്തിൽ അത് നമ്മളെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയും എല്ലാം ചെയ്ത സഖാവാണ്. അങ്ങനെയുള്ള ഒരു സഖാവിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കാര്യം നടക്കുമെന്ന് നാം ആരും പ്രതീക്ഷിക്കുക. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ നമ്മൾ സ്ഥാനാർത്ഥിയാക്കി. ആ കാലത്ത് മറ്റൊന്നുമല്ല, പാർട്ടി കോൺഗ്രസ് നാം തീരുമാനിച്ചു 75 വയസ്സായ സഖാക്കൾ പാർട്ടി രംഗത്തുനിന്ന് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് മാറി മറ്റു സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും തീരുമാനിച്ചു. അങ്ങനെയാണ് അദ്ദേഹം നമ്മുടെ ജില്ലയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും തീരുമാനിച്ചത്. അദ്ദേഹത്തെ അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി കൊടുക്കുകയും ചെയ്തു. എന്നാൽ അന്ന് മുതൽ അദ്ദേഹം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള കരുക്കൾ ഒരുക്കുകയാണ്. അതിനുവേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുക. എത്ര നീചമായ രൂപത്തിലാണ് അദ്ദേഹം അതിനുവേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കിയത്. സഖാവ് ഭുവനേശ്വരൻ, ജി ഭുവനേശ്വരൻ അനശ്വരനായ രക്തസാക്ഷികൾ. ഞാനും എല്ലാം SFI പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലാണ് പന്തളം NS കോളേജിൽ ഭുവനേശ്വരൻ പറയപ്പെടുന്നത്. ആ ഭുവനേശ്വരനെ കൊന്നത് KSU DSU ഗുണ്ടകളെയാണ്. അന്ന് KSU DSU മുന്നണിയാണ്. അവർ ചേർത്തിട്ടാണ് കൊലപ്പെടുത്തിയത്. അദ്ദേഹം 1.5 മണിക്കൂർ നീണ്ടുന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹം വിശദീകരിച്ചത് ഭുവനേശ്വരനെ കൊന്നത് KSU അല്ല DSU ഗുണ്ടകളാണ്, ഒരു നായന്മാരായിട്ടുള്ള ചില ഗുണ്ടകൾ അടിച്ചു എന്നാണ് എന്ന് പറഞ്ഞാൽ സ്വന്തം അനിയന്റെ രക്തസാക്ഷിത്തെ തമ്മിൽ പറഞ്ഞു. KSUക്കാരാണ് കൊന്നത്. കഴിഞ്ഞ രക്തസാക്ഷി ദിനത്തിൽ പോലും പ്രസംഗിച്ച സുധാകരൻ പത്രസമ്മേളനത്തിൽ പറയുകയാണ് KSU അല്ല DSU ഗുണ്ടകളാണ് എന്ന് വെച്ചാൽ സ്വന്തം അനുജൻ രക്തസാക്ഷി, ആ അനുജന്റെ രക്തസാക്ഷിയുടെ പോലും തമ്മിൽ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക്